ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്ക് ആശാ വർക്കർമാരുടെ പ്രതിഷേധ മാർച്ച്. പ്രവർത്തകർ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസും എത്തി. കാര്യങ്ങൾ പരിശോധിക്കുന്നവർ ഒരു അസുഖം വന്നാൽ ആ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മുൻപ് കാര്യം മാത്രമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇവിടെ PSC കുട്ടി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ ഇവിടെ വണ്ടി മേടിക്കാൻ വേണ്ടി 100 കോടി. പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, ആശാ വർക്കർമാർ വേഴ്സസ് ആരോഗ്യമന്ത്രി എന്ന നിലയിലേക്ക് സംസ്ഥാനത്ത് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരു നേർക്കുനേർ ഫൈറ്റാണ് ഇരുവർക്കുമിടയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്തൊക്കെ പ്രതിഷേധ പരിപാടികളാണ് പത്തനംതിട്ടയിലെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നടന്നത്? ലക്ഷ്മി, ഇന്ന് രാവിലെയാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആശാ വർക്കർമാരും ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ആരോഗ്യമന്ത്രി ഓഫീസിലില്ലായിരുന്നു. ഓഫീസിന് മുന്നിൽ വെച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് ഈ മാർച്ച് തടയുകയും തുടർന്ന് പ്രവർത്തകർ റോഡിൽ കഞ്ഞിവെച്ച് സമരം നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ആരോഗ്യമന്ത്രിക്കെതിരെയായിരുന്നു പ്രധാനമായും ഇവരുടെ മുദ്രാവാക്യങ്ങളുമെല്ലാം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയൊന്നും ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. സമരം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ സമരം ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താൻ, പരിഹാരത്തിലേക്ക് എത്താനുള്ള സർക്കാർ തയ്യാറല്ല എന്നുള്ളതായിരുന്നു ഇവരുടെ ആരോപണം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സമരം അവസാനിപ്പിച്ച് ആശാവർക്കർമാർ തിരിച്ച് ജോലിക്ക് കയറാനുള്ള നിർദ്ദേശം നൽകിയതിനെതിരെയും ഇവരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശാവർക്കർമാർക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട് ഈ സമരത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം സംഘടിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മന്ത്രി വീണ ജോർജിനെ റാന്നിയിൽ തടയുകയും കരിങ്കൊടി കാണിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. മന്ത്രി വീണ ജോർജ് കാറിൽ നിന്ന് പുറത്തിറങ്ങി റോഡിൽ നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി നേരിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിൽ ആരോഗ്യമന്ത്രി പറഞ്ഞത്, നിങ്ങൾ ഭരിച്ചിരുന്ന ഘട്ടത്തിൽ 1000 രൂപയായിരുന്നല്ലോ നൽകിയിരുന്നത്, അതിൽ നിന്നും വലിയ വർധന ഉണ്ടായില്ല എന്നുള്ള കാര്യമെല്ലാം തന്നെ വീണ ജോർജ് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ പത്തനംതിട്ടയിലടക്കം മന്ത്രി വീണ ജോർജും ഇവരും ആശാവർക്കർമാർ യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം നേരിട്ടുള്ള ഒരു തർക്കത്തിലേക്ക് അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ആശാവർക്കർമാരുടെ സമരസമിതി നേതാവായിരുന്ന മിനിക്ക് മന്ത്രിയുടെ വീണ ജോർജിന്റെ ഭർത്താവ് ജോയ്സ് ജോർജ് നോട്ടീസ് അയച്ചതടക്കമുള്ള കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആശാവർക്കർമാരും എല്ലാം തന്നെ പറയുന്നുണ്ട്. എന്തായാലും ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.